പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബ് നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ നിർമ്മാണത്തിനിടക്ക് ആള് പൊട്ടി മരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഈ നാട് മുഴുവൻ ചർച്ച ചെയ്യുകയും ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് ഇതിൻ്റെ നേതൃത്വം ഒന്നടങ്കം പറഞ്ഞ് അത് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല എന്നുള്ള നിലപാടാണ് CPM എടുത്തത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. ഞങ്ങൾ പറയുന്നത് അത് ഉണ്ടാക്കുന്നവൻ മരിക്കുന്നു. ഇപ്പോൾ ഇതാ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം വൃദ്ധൻ ഒരു സ്റ്റീൽ പാത്രം തുറന്നു നോക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടിയിട്ടൊരു നിരപരാധിയുടെ ജീവനും പോയിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എന്ത് നേട്ടമാണ് ഈ നാട്ടിൽ ഉണ്ടാകുന്നതെന്ന് അവരൊന്ന് ആലോചിക്കട്ടെ. ഇതുണ്ടാക്കി വെച്ചും അത് പ്രയോഗിച്ചും അതുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തിയൊക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള വല്ല ധാരണയുണ്ടെങ്കിൽ കാസർഗോഡും കണ്ണൂരും വടകരയും ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ കൃത്യമായ മറുപടി അതിന് നൽകിയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്നുള്ള തിരിച്ചറിവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് ഇതുണ്ടാക്കുന്നവർക്കുണ്ടാവണം. ജനത ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഒരുപക്ഷെ ഇതിലൊന്നും പങ്കില്ലാത്ത സാധാരണ CPM പ്രവർത്തകൻ പോലും ആഗ്രഹിക്കുന്നത് ഇത് നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ പിന്നിലെയും ഇപ്പോൾ ബോംബ് അടിമുടി CPMകാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പൊട്ടി മരിച്ചിട്ട് അതിലെ മുഴുവൻ പ്രതികളും പാർട്ടി ബന്ധമുള്ളവരായിട്ട് പോലും പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയും പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ രംഗത്ത് വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് അറിയാത്തൊരു സ്ഥലത്തു നിന്ന് കടന്ന് ഒരാൾ തുറന്നു നോക്കി പൊട്ടി മരിച്ചു. പക്ഷെ ഒരു കാര്യം, ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. ആ പോലീസ് സംവിധാനം ഈ നിർമ്മിക്കുന്നവരുടെ മുമ്പിൽ, ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ, ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ, ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ 10 പൈസക്ക് ഗുണമില്ലാത്തൊരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം തന്നെ പറയാം. വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ ദിവസം രാത്രി കൂത്തുപറമ്പിലെ ഒരു വീടിന് നേരെ ബോംബെറിഞ്ഞു. ഇതുവരെ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ പറയാം. മണിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ വീടിന് നേരെ, വനിതാ ലീഗ് പ്രവർത്തകർക്ക് നേരെയാണ് ഇവിടെ എറിഞ്ഞത്, കൂത്തുപറമ്പിൽ എറിഞ്ഞത്. മണിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ് ഉഗ്ര സ്ഫോടനം ഉണ്ടായി. വാതിലിനും ചുമരിനും ഒക്കെ കേടുപറ്റി. തൊട്ടപ്പുറത്തെ ജനലിൻ്റെ താഴെ 1 വയസ്സുള്ള കുഞ്ഞാണ് കിടന്നുറങ്ങിയിരുന്നത്. ഉഗ്ര സ്ഫോടനത്തോടു കൂടി ബോംബ് സ്ഫോടനം. ഈ സെക്കൻഡ് വരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പാതിരിപ്പറ്റ RMP പ്രവർത്തകന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. ചില്ലും ഇതൊക്കെ തകർന്ന് സാധനങ്ങൾ ഉള്ളിലേക്ക് വീണ് അതിൻ്റെ ഉള്ളിൽ ഉഗ്ര സ്ഫോടനം ഉണ്ടായി. ഡൈനിങ് ടേബിളിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം നശിച്ചു. ആ വീടിന് ജനലും വാതിലും ഒക്കെ നശിച്ചു പോയി. ഇതുവരെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞേ വരുള്ളൂ. ഞങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നത് വന്നവര് കൊല്ലായിരിക്കും. അത് അതിനിപ്പുറം ഒന്നും ചെയ്യില്ലല്ലോ. അവര് കൊല്ലായിരിക്കും. ശരി, കൊന്നോട്ടെ, എന്നെ കൊന്നോട്ടെ. ഈ അയാൾ വന്ന വീട് ബോംബെറിഞ്ഞ് കൊല്ലുമായിരിക്കും. അതും സംഭവിച്ചു. ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മള് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിരാം. ഇവിടെ എല്ലാവർക്കും അറിയാം, സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാർക്ക് പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് ഇതിൻ്റെ മുമ്പിൽ ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഈ വീട് വിറ്റാക്കും. ഈ വീടിൻ്റെ പറമ്പത്തിൽ നിന്ന് 3 ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങൾ ഇവിടെ ആൾക്കാർ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട്. അമ്മ എത്രകാലം പിടിച്ചേക്കാൻ പറ്റും. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാളെ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. പിന്നെ ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങളിവിടെ ജനിച്ചപ്പോ തന്നെ ഇവര് ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. ആ പാർട്ടിക്കാരുടെ ഹബ്ബാണ്. ഇനിയിപ്പോ ഇവരിപ്പോ പറഞ്ഞതിലാണ് ഇപ്പൊ ഞങ്ങളുടെ വീടിന് ബോംബ്. ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടും ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല.
എൻ്റെ പേര് സീന. ഈ മുൻപ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? മുൻപ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ വെട്ടിയിട്ട് കാല് വെട്ടിയിട്ട് BJP കാരണങ്ങളാണ് ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പം ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കുമ്പം ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളെ എല്ലാവരും മനുഷ്യരല്ലേ, ബോംബ് വീണല്ലേ അയാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും. പറയണ്ടേ, എത്ര കാലം പറയാണ്ടിരിക്കും. എത്ര കാലം പേടിക്കും? മനുഷ്യരല്ലേ, ഇനഫ് ഈസ് ഇനഫ്. ആരൊക്കെ ആരൊക്കെ എവിടെ ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, സത്യം പറയണം. ഒരാളെങ്കിലും സത്യം പറയണല്ലോ. എത്ര കാലം പറയാനിരിക്കും ഒരാൾ? കാരണം നമ്മള് സമാധാനമായിട്ട് ജീവിക്കണം. ഇത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, ഈ നാട്ടിൽ എല്ലാവർക്കും വേണ്ടി. ഇനിയിപ്പോ ഇത് വേണ്ടി എന്റെ വീട്ടിൽ ചിലപ്പോൾ നാളെ ബോംബെറിഞ്ഞും വരും. ഇത് ഇവിടെ നടക്കുന്നതാണ്. നാളെ ചേട്ടൻ അറിയാം, നാളെ എന്റെ വീട്ടിൽ ബോംബെറിഞ്ഞും വരും. പക്ഷേങ്കിൽ ഞാനിപ്പോ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാം, എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാണ്. കാരണം ജീവിക്കണം, മനുഷ്യന്റെ സമാധാനമായി ജീവിക്കാനുള്ള